രാത്രി ഡിന്നറിൻ്റെ കൂടെ ഒരു ഓംലെറ്റും കൂടി പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞ് സവാള കട്ട് ചെയ്താൽ കേട്ടോ, ആ പാത്രം കൊണ്ട് ദേ മോള് പോകുന്നു. അങ്ങനെ പിന്നെ അവളുടെ നിന്ന് അതൊക്കെ പിടിച്ച് വാങ്ങിച്ച് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ 4 പേർക്കുള്ള ഓംലെറ്റ് ആട്ടോ. അപ്പോൾ അതിനായിട്ട് 4 മുട്ടയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. കട്ട് ചെയ്തല്ല കേട്ടോ, പൊട്ടിച്ച്. അപ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ടൊരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഈ മുട്ട നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് ഒരു 2 to 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ചിടണം. ഈ തിരിച്ചിടുന്ന കാര്യമാണ് എനിക്ക് എപ്പോഴും ടാസ്ക്. ഞാൻ നോർമലി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഓരോ പീസായിട്ട് പിസ്സ പീസ് പോലെ തിരിച്ചിടും. പക്ഷെ അമ്മ എക്സ്പേർട്ടാണല്ലോ, അമ്മയ്ക്ക് അത് വളരെ ഈസി ആയിട്ട് നടന്നു. അമ്മ അത് ഒറ്റ തിരിക്കലിൽ തന്നെ ഫുള്ളും ഫ്ലിപ്പായിട്ട് കറക്റ്റായി വന്നു. അപ്പോൾ എഗെയിൻ ഇത് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 2 to 3 മിനിറ്റ്സ് ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളി ഓംലെറ്റ് റെഡിയായി. ഇതിലിപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. ക്യാരറ്റ് ആഡ് ചെയ്യാം, തക്കാളി ആഡ് ചെയ്യാം, നമ്മുടെ ഇഷ്ടാനുസരണം. ഈവൻ മുരിങ്ങയില ഉണ്ടെങ്കിൽ അത് ഒരു ചെറിയ പിടി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയാണ്. പിന്നെ കുറേ ആൾക്കാർ ഇതിലേക്ക് പാൽ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഫ്ലഫി ആയിട്ട് എടുക്കാറുണ്ട്. ഞാൻ നോർമലി ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഞാൻ കുറച്ച് പാലൊക്കെ ആഡ് ചെയ്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് എനിക്ക് അത് വലിയൊരു ഐഡിയ ഇല്ല. സോ എല്ലാവരും ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ഗീവ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്സ്. ആൻഡ് എല്ലാവർക്കും റമദാൻ മുബാറക്. ഈദ് സ്പെഷ്യൽ വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട്, ബട്ട് ടൈം കിട്ടുന്നില്ല. എന്തായാലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ബൈ.